السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരുപാട് ദാരിദ്ര്യമുണ്ടാകുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞതാണ് ഞാൻ 5ാം ഭാഗത്തിലും ഇപ്പോൾ ഉണർത്തുന്നത്. തലപാരുക എന്നുള്ളത് സുന്നത്താണല്ലോ. അത് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴും സുന്നത്തുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴും തലവാരൽ സുന്നത്തുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദുമാരുടെ കീശയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കീശയിൽ ഒരു ചീർപ്പ് വെച്ചാൽ പരിഷ്കാരത്തിന്റെ ഉസ്താദാണ്, ഒരു മോഡൽ ഉസ്താദാണ് എന്നൊക്കെ പറയാറുണ്ട്. തലവാരൽ സുന്നത്ത് എന്ന് പറയുമ്പോൾ ചീർപ്പ് കീശയിൽ വെക്കൽ തെറ്റില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ തല വാരേണ്ട രീതി ഇസ്ലാം പറയുന്നുണ്ട്, ഏത് ഭാഗത്തിൽ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഇസ്ലാം പറയുന്നുണ്ട്. ഇനി ഇരിക്കട്ടെ, ദാരിദ്ര്യത്തിന്റെ കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. പൊട്ടിയ ചീർപ്പ് കൊണ്ട് തല വാരുമ്പോൾ ദാരിദ്ര്യം അവനക്കുണ്ടാകുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ വീടുകളില് പണ്ടൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ചിമ്മിണിക്കൂട് അഥവാ വിളക്ക് കത്തിക്കുന്നതായിരുന്നു. ഈ വിളക്ക് ഊതിക്കിടത്തുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നെ ചെറുപ്രായത്തിൽ പോറ്റി വളർത്തിയതായ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണം അല്ലാഹ് എന്ന ദുആ സദാസമയത്തും നമ്മൾ ആവർത്തിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമല്ലോ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് വേണ്ടി ദുആ സദാസമയത്ത് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ പാന്റാണെങ്കിലും തുണിയാണെങ്കിലും ഒരു പാന്റ് ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കൽ അല്ലെങ്കിൽ പാന്റ് ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുക എന്നുള്ളത് ദാരിദ്ര്യത്തിൽ പെടുന്നുണ്ട്. പക്ഷെ തലപ്പാവ് സുന്നത്താണ്. ആ തലപ്പാവിന്റെ അടിയിൽ ഒരു തൊപ്പിയും ഇട്ടുകൊണ്ട് തലകെട്ട് കെട്ടൽ പ്രത്യേകം സുന്നത്തുള്ളതാണല്ലോ. മലക്കുകൾ പോലും തലകെട്ട് കെട്ടിയ ആളുകൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുമ്പോൾ അത് കെട്ടുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിന്നുകൊണ്ട് പാന്റ് ധരിക്കുക എന്നുള്ളത്, സാധാരണ പാന്റ് ഇടുമ്പോൾ ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് തന്നെയാണ്. എന്നാൽ നിന്നുകൊണ്ട് ധരിക്കുമ്പോഴും അവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. ഇരുന്നാലായിരിക്കും ചിലപ്പോൾ പാന്റ് ഇടാനൊക്കെ കുറച്ച് എളുപ്പം. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പിശു കാണിക്കുമ്പോൾ, അല്ലാഹു തആല തന്ന സമ്പത്ത് ചെലവഴിക്കാതെ അതിൽ പിശുക്ക് കാണിക്കുമ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. പിശുക്ക് കൊണ്ട് ചെലവഴിക്കുന്നു, പക്ഷേ ചെലവഴിക്കുമ്പോൾ 10 കൊടുക്കേണ്ട ആവശ്യത്തിനേക്ക് 5 കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിലും പിശുക്ക് കാണിക്കുമ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് അമിതമായി പല വിഷയത്തിലും ചെലവഴിക്കൽ, അതും ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. തെറ്റിങ്ങനെ ആവർത്തിച്ച് കൊണ്ടിരിക്കുമ്പോഴും ദാരിദ്ര്യം അവനക്ക് ഉണ്ടാകുന്നതോടുകൂടി അവനക്ക് കുറ്റവും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ചില വീടുകളിൽ കാണാം, വീടിന്റെ ഉമ്മർപ്പടിയിൽ ഇങ്ങനെ ഇരിക്കും. ആ വീടിന്റെ ഉമ്മർപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്നിലും ഈ കേൾക്കുന്ന ആളുകളിലും ഉണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കണമെന്നുള്ള വസിയത്തോടു കൂടി വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.